മക്കളുടെ അടുക്കലേക്ക് വന്ന് ചില ആളുകൾ വന്നിട്ട് ചില പ്രത്യേക വേഷമൊക്കെ ധരിച്ചിട്ട് വന്നിട്ട് പറയും, സംഘടന എന്ന രൂപത്തിൽ സലഫികൾ പ്രവർത്തിക്കാൻ പറ്റുമോ? ഈ വിഷയത്തിൽ ഇസ്ലാമിക ലോകം വളരെ കൃത്യമായി പറഞ്ഞത് പറ്റും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? അമ്മൽ അംറുൽ അവ്വൽ ഫഅഖൂൽ ഇന്നി ഇലാ യൗമി ഹാദാ ലാ അഅരിഫു അഹദൻ മിനസ് സലഫിയ്യിൻ യുഹർരിമു അൽ-അമൽ അൽ-ജമാഇ അൽ-മശ്റൂഅ വഅക്ബറു ദലീലിൻ അലാ ഹാദാ വാഖിഉ സലഫിയ്യിൻ ഫീ കുല്ലി മകാൻ. ലോകത്ത് എവിടെയൊക്കെ സലഫികളുണ്ടോ അവിടെയെല്ലാം സലഫികൾ യഥാർത്ഥത്തിൽ സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആരാണ് ഈ പറയുന്നത്? ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച കിബാറുൽ ഉലമായിൽപ്പെട്ട ഈ അടുത്ത് തമ്മിൽ നിന്ന് ഇടപെട്ടുപോയ റബീഉ ബിൻ ഹാദി അൽ-മദ്ഖലി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കിതാബുകൾ ജിന്ന് വിഷയം നമുക്കിടയിൽ ഉണ്ടായ ഘട്ടത്തിലും അതുപോലെ തന്നെ സംഘടനാ വിഷയമുണ്ടായ ഘട്ടത്തിലുമൊക്കെ വളരെ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന് വരെ ലോകത്ത് എവിടെയൊക്കെ സലഫികൾ ഉണ്ടായോ ആ സലഫികളെ സംബന്ധിച്ചിടത്തോളം ആ സലഫികൾ പ്രവർത്തിച്ചത് സംഘടനയായിക്കൊണ്ടാണ്, സംഘടിച്ചുകൊണ്ടാണ്, ഒറ്റപ്പെട്ടുകൊണ്ടല്ല. നേരെ മറിച്ച് ഒരു മുസ്ലിം അവൻ പ്രവർത്തിക്കുന്നത് തന്നെ എങ്ങനെയായിരിക്കും അവന്റെ പ്രവർത്തനമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു വിശദീകരിച്ചപ്പോ ഒരു അധ്യായത്തിന് പേര് കൊടുത്തുള്ള പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ കഅന്നഹും ബുൻയാനും മർസൂസ്. അല്ലാഹുവിന് ഇഷ്ടം ഒറ്റക്കൊറ്റക്ക് പോകുന്നവരെയല്ല, ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഏതെങ്കിലും പർണശാലകൾ കെട്ടി ആരോരും അറിയാത്ത ഏതെങ്കിലും കാട് കയറി പോകുന്നവനെയല്ല. നേരെ മറിച്ച് അല്ലാഹുവിന് ഇഷ്ടം യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ കഅന്നഹും ബുൻയാനും മർസൂസ്. ഒരു ബിൽഡിംഗ് പോലെ അണിചേർന്നുകൊണ്ട് തോളോട് തോളൊരുമി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, സംഘടിതമായി പ്രവർത്തിക്കുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഏത് രംഗത്താണെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കും. അങ്ങനെയാണ്. മാത്രമല്ല, മുൻഗാമികളായ സലഫുകൾ നമുക്കത് മാതൃകാട്ടി തന്നു. നമ്മുടെ മുൻഗാമികൾ വെറുതെ സംഘടന ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലാക്കണം, അവർ വളരെ കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഒരു സംഘടിത രൂപം ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്നുള്ള മാർഗ്ഗം അതാണ്, മാതൃക അതാണ്. ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക് വിശുദ്ധ ദീനിന്റെ തൗഹീദിന്റെ സുന്ദരമായ ആശയതലങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ചെയ്ത പ്രവർത്തനം സംഘടിതമായി, ആസൂത്രിതമായി, വ്യവസ്ഥാപിതമായി, ആധുനികമായ നമ്മുടെ സംഘടനാ വ്യവസ്ഥകൾ അല്ലെങ്കിൽ സംഘടനാ നിർമ്മിതികൾ, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, അതിനെയെല്ലാം കവച്ചു വെക്കുന്ന രൂപത്തിൽ ആസൂത്രിതമായി വ്യവസ്ഥാപിതമായ ഒരു സംഘടനാ രൂപം, ലോകത്തിന് എഫക്റ്റീവായി ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് 50 വയസ്സ് വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ 14653 നമ്പർ ഹദീസിൽ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. മുസ്നദ് തന്റെ അഹ്മദ് തന്റെ മുസ്നദിൽ എന്താ ഉദ്ധരിക്കുന്നത്? ഈ പറയുന്ന 40 വയസ്സിൽ നുബുവത്ത് കിട്ടിയ പ്രവാചകൻ 10 കൊല്ലം അഥവാ 50 വയസ്സ് വരെ പ്രവാചകന്റെ അവസ്ഥയെ വിശദീകരിക്കുകയാണ്. എന്താ റസൂൽ ചെയ്തിരുന്നത്? യത്ബഉൽ ഹാജ്ജ ഫീ മനാസിലിഹിം ഫിൽ മൗസിമി വബിമജന്ന വബിഉഖാൽ വബിമനാസിലിഹിം ബിമിനാ. നബി അല്ലാഹുവിന്റെ റസൂൽ എല്ലായിടത്തും ചെല്ലും. മിനയിൽ ചെല്ലും, ഉഖാൽ എന്ന ചന്തയിൽ ചെല്ലും, മജന്ന എന്ന ചന്തയിൽ ചെല്ലും. അവിടെ ഒരുപാട് നാട്ടിലെ ആളുകൾ ബിസിനസിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ മറ്റു നാടുകളിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം ഉഖാലിലും മജന്നയിലും മിനയിലുമൊക്കെ എത്തിയ ആളുകളോട്, ഹജ്ജിന് മിനയിലൊക്കെ എത്തിയ ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് ചോദിക്കുകയാണ് 50 വയസ്സിലും, എന്ത്? ആരാണ് എനിക്ക് അഭയം തരുന്നത്? ആരാണ് എന്നെ സഹായിക്കുന്നത്? എന്നെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമോ? എനിക്ക് അഭയം തരുമോ? എന്നെ സഹായിക്കുമോ? എനിക്ക് പണം വേണ്ട, ഭക്ഷണം വേണ്ട. നേരെ മറിച്ച് വളരെ സുരക്ഷിതമായി അല്ലാഹുവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സുന്ദരമായി തൗഹീദിന്റെ സന്ദേശം ജനങ്ങളോട് പറയാനും അത് എത്തിച്ചു കൊടുക്കാനുമുള്ള അവസരം മാത്രം തന്നാൽ മതി. വലഹുൽ ജന്നാ. അങ്ങനെ ആരെങ്കിലും എനിക്ക് അഭയം തന്നാൽ, എന്നെ സഹായിച്ചാൽ എന്നെ സ്വർഗമുണ്ട് എന്ന് 50 വയസ്സുവരെ അല്ലാഹുവിന്റെ റസൂൽ മക്കയുടെ മലപടക്കുകൾക്കിടയിലൂടെ നടന്ന ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്ന് മുസ്നദ് അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. പക്ഷേ ഫലാ അജിദു അഹദൻ യൻസുറുഹു വയുഹീഹി.
50 വയസ്സുവരെ നബിയെ ഏറ്റെടുക്കാനോ നബിയെ കൂട്ടിക്കൊണ്ടുപോകാനോ സുരക്ഷിതമായി പ്രവാചകന് സുരക്ഷിതത്വം നൽകി തൗഹീദ് പറയാൻ അവസരം കൊടുക്കാനൊന്നും ആരും റെഡിയായി വന്നില്ല. മനസ്സിലാക്കണം. അങ്ങനെ 50ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു മിനയിൽ നിന്ന്. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 20 വയസ്സ് പ്രായമാണ്. നമ്മുടെ ഒരു ISM-കാരന്റെ പ്രായം. ആ വ്യക്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പരിചയപ്പെട്ട് പാതിരാത്രി 12 മണിക്ക് ഖുറൈശി പ്രമുഖരായ ആളുകൾ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. കൂടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും പരിചയപ്പെട്ട് ആ ആദ്യമായി പ്രവാചകനെ പരിചയപ്പെട്ട വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങൾ കേട്ടുകൊണ്ട് വിശുദ്ധ ദീൻ ആ സമയത്ത് തന്നെ കൻപകത്തേക്ക് നെഞ്ചേറ്റിയ അൻപിലേക്ക് ഏറ്റെടുത്ത ആ 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ആർക്കു വേണ്ടെങ്കിലും നിങ്ങളെ ഞങ്ങൾക്ക് വേണം, എനിക്ക് വേണം, ഞാൻ ഏറ്റെടുക്കും. എന്റെ സമൂഹത്തിന് വേണം. ആരും നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും നബിയെ. തീർച്ചയായും നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്റെ നാട്ടിലേക്ക്, എന്റെ രാജ്യത്തേക്ക്, എന്റെ പ്രദേശത്തേക്ക്, എന്റെ ജനതക്കിടയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഞാൻ ഏറ്റെടുക്കും. താങ്കളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ സമൂഹത്തെ ഏക സമൂഹമായി, ഐക്യ സമൂഹമായി, ഒരുമയുള്ള സമൂഹമായി പരിവർത്തിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് 20 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഏറ്റെടുത്തു. അദ്ദേഹം മടങ്ങിപ്പോയി, തിരിച്ചുപോയി. അദ്ദേഹമാണ്, ആ ചെറുപ്പക്കാരനാണ് ആദ്യമായി മദീനയിൽ ഒരു ഇസ്ലാമിക് സെന്ററിന് തുടക്കം കുറിച്ചത്. ഒരു ഓഫീസ് മദീനയിൽ ആദ്യമിട്ടത് ആ ചെറുപ്പക്കാരനാണ്. ആ ഓഫീസ് അദ്ദേഹം ഇട്ടത് നാട്ടിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കവലയിൽ ഒരു 5 നിലയുടെ ഫ്ലാറ്റ് നിർമ്മിച്ചുകൊണ്ടല്ലേ, നേരെ മറിച്ച് സ്വന്തം വീട്ടിലെ സ്വന്തം ബെഡ്റൂം അദ്ദേഹം ഓഫീസാക്കി. മദീനയിലെ ആദ്യത്തെ ഓഫീസ് അതാണ്. ആ മദീനയിലെ ആ ഓഫീസിലേക്ക് അദ്ദേഹം ദാഇയ വരുത്തിച്ചു. റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ആദ്യമായി മദീനത്ത് ആ ചെറുപ്പക്കാരൻ പള്ളിക്ക് സ്ഥലം കണ്ടെത്തി. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ജുമുഅക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 23 വയസ്സ് കഴിഞ്ഞപ്പോ, അഥവാ 3 കൊല്ലം കഴിഞ്ഞപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയുടെ മണ്ണിൽ നിന്ന് മദീനയുടെ മലർവാടിയിലേക്ക് വിളിച്ചുകൊണ്ടുവരുമ്പോ മക്കയുടെ ബൗണ്ടറി കടന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ രാജാവായി മാറിയെന്ന് മാത്രമല്ല, മദീനയുടെ മലവടക്കുകൾക്കിടയിലും ഈത്തപ്പനമട്ടിലും ഈത്തപ്പനകൾക്ക് മുകളിലും കയറി നിന്നുകൊണ്ട് ആളുകൾ വിളിച്ചു പറഞ്ഞു, തലഅൽ ബദ്റു അലൈനാ മിൻ സരിയാത്തിൽ ബദഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. ഞങ്ങളുടെ ആയുസ് മുഴുവനും ഞങ്ങൾ ശുക്ർ ചെയ്താലും ഞങ്ങൾക്ക് കിട്ടിയ ഈ സുഹൃതത്തിന് പകരമാകില്ല. ഞങ്ങൾക്കിതാ നിലാവധിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദങ്ങളുടെ ആ വാചകങ്ങൾ ഊർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയെന്ന മലർവാടിയിലേക്ക് രാജകുമാരനായി കൈപിടിച്ചു കൊണ്ടുവന്നത് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ഓർഗനൈസേഷൻ, അദ്ദേഹത്തിന്റെ സംഘാടനം മദീനയിൽ ഓഫീസ് ഉണ്ടാക്കി. മദീനയിൽ ഓരോരുത്തരെ പോയി കണ്ടു. മദീനയിൽ ആളുകളെ ഉണ്ടാക്കി. അതിനിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ 12 ഗ്രൂപ്പുകളാക്കി മാറ്റി. 12 ഗ്രൂപ്പുകൾക്കും ഓരോ നേതാക്കളെ നിർണയിച്ചു. ആ പറയപ്പെട്ട എല്ലാ അസിസ്റ്റന്റ് നേതാക്കന്മാർക്കും, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നോ ജോയിന്റ് സെക്രട്ടറി എന്നോ നമ്മൾ പറയുന്ന ആ ജോയിന്റ് സെക്രട്ടറിമാർക്ക്, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാർക്ക്, അല്ലെങ്കിൽ അസിസ്റ്റന്റുകൾക്ക് മെയിൻ ആയിട്ടൊരു ജനറൽ ഇമാമിനെ പ്രവാചകൻ നിശ്ചയിച്ച് 3 കൊല്ലം കൊണ്ട് വ്യവസ്ഥാപിതമായ സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷനിലൂടെ മദീനയിൽ എന്ന രാജ്യത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവായി കടന്നു വന്നു. ഇനി ഞാൻ ഈ സദസ്സിനോട് ചോദിക്കാം, ചെറുപ്പക്കാരന്റെ പേര് അറിയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? 3 വർഷക്കാലം കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയുടെ രാജാവാക്കി മാറ്റിയ, മദീനയിൽ ആദ്യമായി പള്ളി പണിത, പ്രവാചകന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് ആദ്യമായി സ്ഥലം കണ്ടെത്തിയ, ആദ്യമായി മദീനയിൽ ഓഫീസിട്ട ആ മദീന നിവാസികളെ മുഴുവനും വിശുദ്ധമായ ദീനിന്റെ വഴിത്താരയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘാടകനായ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിൽപ്പെട്ട
ആ സ്വഹാബിയുടെ 20 വയസ്സുള്ള ആ സ്വഹാബിയുടെ പേര് പറയാൻ കഴിയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ എന്ന് പറഞ്ഞ ഒരാൾ കൈവെക്കാനുണ്ടോ? തമാശക്ക് വെച്ചല്ല, കാര്യത്തിൽ ചോദിച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാവോ? പേര് പറഞ്ഞ 1000 രൂപ സമ്മാനം തരും. വെറുതെ പറയണ്ട, 1000 രൂപ ഇപ്പൊ സമ്മാനം തരും. ആ സ്വഹാബിയുടെ പേര് പറയാവോ? സഅദ് ബിൻ മുആദ്. ആ സഅദ് ബിൻ മുആദിനെ മുസ്ലിമാക്കിയത് ഈ ചെറുപ്പക്കാരനാണ്. സഅദ് ബിൻ മുആദിനെ മുസ്ലിമാക്കിയത് ഈ ചെറുപ്പക്കാരനാണ്. എന്നുവെച്ചാൽ സഅദ് ബിൻ മുആദിന് മുമ്പേ അതുക്കും മേലെ സഅദ് ബിൻ മുആദ് ആരാണ്? സഅദ് ബിൻ മുആദ് ആരാണ്? അതേ ഹസ്രത്തിന്റെ നേതാവാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിച്ച നേരത്താണ് ആകാശലോകത്ത് നിന്ന് 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസ സ്വീകരിക്കാൻ ഇറങ്ങി വന്നത്. മാത്രമല്ല ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ഇഹ്തസ്സ അർശുർ റഹ്മാൻ. അദ്ദേഹം മരിച്ച നേരത്ത് അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു എന്നാണ് ബിഖുദൂബിഹി. അദ്ദേഹത്തിന്റെ റൂഹ് വാനലോകത്തേക്ക് എത്തുന്ന വിവരമറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ മലായികത്തുകൾ, അർശിന്റെ ചുവട്ടിലെ മലായികത്തുകൾ അവർ ആരവം മുഴക്കി എന്നാണ് അതേ ഹദീസിൽ വ്യക്തമായി രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ജനാസ ചുമക്കാൻ മലക്കുകൾ എത്തി എന്നാണ്. ആ രൂപത്തിൽ 70,000 മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് റൂഹ്, മാത്രമല്ല അദ്ദേഹത്തിന്റെ ജനാസ തന്നെ എടുത്തുകൊണ്ടുപോയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അർശ് പ്രകമ്പനം കൊള്ളുമാറ് വാനലോകത്ത് അറിയപ്പെട്ടയാളാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ബിൻ മുആദിനെ മുസ്ലിമാക്കിയത് ഈ ചെറുപ്പക്കാരനാണ്. സമയം കിട്ടില്ല, അദ്ദേഹത്തിന്റെ പേരാണ് അസ്അദ് ബിൻ സുറാറ എന്ന്. അസ്അദ് ബിൻ സുറാറ എന്ന ISM-കാരനാണ് 3 കൊല്ലം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലെ രാജാവാക്കാൻ പണിയെടുത്ത് ആദ്യമായി മദീനയിൽ ജുമുഅക്കടക്കം നേതൃത്വം നൽകി. ആദ്യത്തെ ജമാഅത്ത് നാട്ടിൽ സംഘടിപ്പിച്ച് ആദ്യത്തെ സെന്റർ ഓഫീസ് അവിടെ തുടങ്ങി. ആദ്യത്തെ ദാഇയെ വിളിച്ചുകൊണ്ടുവന്ന് നാടൊട്ടുക്കും പരിപാടി നടത്തി ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ച് അവിടെ ഈ സലഫിയത്ത് നമ്മൾ പറയുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനുണ്ടല്ലോ, ആ ദീനിന്റെ വിപ്ലവാത്മകമായ ഇടപെടൽ നടന്നത്. ആ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ അസ്അദുമാരുണ്ടായത്. KM മൗലവിയും വക്കം മൗലവിയും ഉമർ മൗലവിയും അതുപോലെയുള്ള MCC സഹോദരങ്ങളും അത്തരം ആളുകളൊക്കെ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ മാത്രമല്ല ലോകതലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ സലഫിയത്തിന്റെ വഴിത്താര പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് അസ്ലി പറയാം, ഏതൊരാളുടെ മുന്നിലും അഭിമാനത്തോടെ പറയാം നമ്മുടെ നേതാക്കളെ കുറിച്ച്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ആരാണ് മുഹമ്മദ്, ആരാണ് അതേ മുഹമ്മദ് റഷീദുള്ള, ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, ആരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ആരാണ് അതേ ഈ പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഇവരൊക്കെ അറിയുന്ന ആളുകളാണ്. റഷീദുള്ളയുടെ ദറജ അറിയാം, മുഹമ്മദ് അബ്ദുവിന്റെ ദറജ അറിയാം, അതുപോലെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ദറജ അറിയാം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ദറജ അറിയാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹയുടെ ദറജ അറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി ലോകതാളം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മണ്ണിലിരുന്നു കൊണ്ട് വിശുദ്ധമായ ഇസ്ലാഹിയത്തിന്റെ സലഫിയത്തിന്റെ വഴിത്താര എന്ന് തുറന്നു കൊടുത്തത് നമ്മുടെ മുൻഗാമികൾ. ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയുന്നത് അവർക്കൊന്നും സലഫിയത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ, ലോകതലത്തിൽ നിങ്ങൾക്കറിയോ നമ്മുടെ കൂടെ ജീവിച്ചൊരു മനുഷ്യരുണ്ടായില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയാൻ നിന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു തീരില്ല. അത്രമാത്രം ആഴത്തിലുള്ളൊരു ചരിത്രമുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്. മനസ്സിലാക്കണം. ബഹുമാനായ ശൈഖ് ഇബ്നു ബാസ് ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്കിടയിൽ ജീവിച്ച, കാഴ്ചയില്ലാതിരുന്നിട്ടും സൗദി അറേബ്യയുടെ മുഫ്തിയായിരുന്ന മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഫത്വകൾ, വാള്യങ്ങൾ സൗദി അറേബ്യ പുറത്തിറക്കുന്നുണ്ട്. ആ വാള്യങ്ങൾ പുറത്തിറക്കുന്ന ശൈഖ് ഇബ്നു ബാസിന്റെ ഫതാവയുടെ 2ാം വാള്യം മറിച്ച് അതിന്റെ 1-2 പേജിങ്ങനെ മറിക്കുമ്പോ 1ാമത്തെ ലേഖനം കാണാം. ആ 2ാം വാള്യത്തിലെ 1ാമത്തെ ലേഖനത്തിന്റെ ടൈറ്റിൽ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന അതിങ്ങനെ വായിച്ചു വരുമ്പോൾ അതിനകത്ത് കാണാം ഈ ലേഖനം അല്ലെങ്കിൽ ഈ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റിസാല അയച്ചു തന്നൊരു വ്യക്തിത്വമുണ്ട്. ഇതെനിക്ക് എഴുതി തന്നൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് ഉമർ അഹ്മദ് അൽ മലൈബാരി. ഉമർ മൗലവി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വം.
ആ മഅനാ ലാ ഇലാഹ ഇല്ലല്ലയിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ കൊണ്ടു നടക്കുന്ന വിശ്വാസ വൈകല്യം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ തിരിച്ചറിയുന്നതിന് മുമ്പ് അബുൽ അഅ്ല മൗദൂദി ലോകസമക്ഷം സമർപ്പിച്ച വിശ്വാസത്തിന്റെ രാഹിത്യം, വിശ്വാസരാഹിത്യം എന്താണ് എന്ന്, ആ വിശ്വാസത്തിന്റെ അബദ്ധം എന്താണ് എന്ന് അറബ് ലോകത്തെ പണ്ഡിതന്മാർക്ക് എഴുതി കൊടുത്ത ലേഖനം അവർ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഷെയ്ഖ് ഉമർ അഹ്മദ് അൽ മലൈബാരി എഴുതിയത് പറഞ്ഞത് അതാണ് ഹഖ്. അതേ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ 5-ാം വാള്യം, ഫതാവയുടെ 5-ാം വാള്യം മറിച്ചാൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയും അബുൽ അഅ്ല മൗദൂദിക്ക് ഷെയ്ഖ് ഇബ്നു ബാസിൽ നിന്ന കത്ത്. അതിന്റെ തുടക്കത്തിൽ കാണാം, കേരളത്തിലെ ചില ഇഖ്വാനുകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, പ്രത്യേകിച്ച് സാഹിബ് മജല്ലത്തി സൽസബീൽ പത്രത്തിന്റെ സാഹിബായ ഉമർ മൗലവി, ഷെയ്ഖ് ഉമർ അഹ്മദ് അൽ മലൈബാരി അടക്കമുള്ള ആളുകൾ എനിക്ക് പറഞ്ഞു തന്നു നിങ്ങളുടെ വിശ്വാസരാഹിത്യം എന്താണ് എന്ന്, അതുകൊണ്ട് നിങ്ങളെ തിരുത്തുകയാ എന്ന് പറഞ്ഞുകൊണ്ട് അബുൽ അഅ്ല മൗദൂദിക്ക് ഷെയ്ഖ് ഇബ്നു ബാസ് കത്തെഴുതുമ്പോൾ അവിടെയും എടുത്തുദ്ധരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേതൃത്വം നൽകിയവർ ലോകം തിരിയാത്തവരല്ല, കിബാറുൽ ഉലമാഇനെ അറിയാത്തവരല്ല. അവരാ പണിയെടുത്തത്, അവർക്ക് ദീർഘവീക്ഷണമുണ്ടായി, അവർ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നു, സമൂഹത്തിന്റെ പൾസായി അവർ മാറി, സമൂഹത്തിന്റെ മിടിപ്പായി ഇവർ മാറി. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒരു നൂറ്റാണ്ട് മുമ്പ്, 100 കൊല്ലങ്ങൾക്ക് മുമ്പ് റിയാദിന്റെ മണ്ണിൽ അവർ സംഘടിച്ചിട്ട് ആദ്യമായി അവർ പ്രവർത്തനങ്ങൾ തുടങ്ങി, നിഷ്പക്ഷ സംഘമായി, അത് പിന്നെ മുസ്ലിം ഐക്യസംഘമായി. ആ മുസ്ലിം ഐക്യസംഘത്തിന്റെ ഒന്നാമത്തെ യോഗം ആലുവയിൽ വെച്ചുകൊണ്ട്, 2ാമത്തെ യോഗം ആലുവയിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുമ്പോ അവര് മനസ്സിലാക്കി, ഈ ഉമ്മത്തിന്റെ പൾസറിഞ്ഞ് പ്രവർത്തിക്കണമെങ്കിൽ ഇടപെടേണ്ടത് പണ്ഡിതന്മാരാണെന്ന് മനസ്സിലാക്കി ആദ്യത്തെ പണ്ഡിത സംഘടന രൂപപ്പെടുത്തുന്ന നേരത്ത് അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന 500ഓളം പണ്ഡിതന്മാരെയാണ് ആലുവ പട്ടണത്തിൽ എത്തിച്ചത്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 100 കൊല്ലം മുമ്പ് 2 മനുഷ്യർ, ഒന്ന് EK മൗലവിയും അതുപോലെ തന്നെ മറ്റൊന്ന് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയും, 2 മനുഷ്യന്മാർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് 500ലധികം പണ്ഡിതന്മാരെ 100 കൊല്ലം മുമ്പ് ആലുവയിൽ സംഘടിപ്പിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അന്ന് വന്ദേ ഭാരതില്ല, അന്ന് നാഷണൽ ഹൈവേ രൂപത്തിൽ രൂപപ്പെട്ടിട്ടില്ല, അന്ന് കേരള രാജ്യം പിറന്നിട്ടില്ല, അന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു കിടന്നൊരു കാലഘട്ടത്തിൽ ഈ പണ്ഡിതന്മാരെ മുഴുവനും സംഘടിപ്പിച്ചുകൊണ്ട് കേരള ജമഇയ്യത്തുൽ ഉലമാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നൊരു സംഘത്തെ രൂപപ്പെടുത്തുകയാണ് കാലഘട്ടത്തിൽ. അവിടെ നിന്നിങ്ങോട്ട് തുറന്നു വന്ന ഈ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ അസ്ല് നമുക്കറിയാം, നമുക്ക് അല്ലാഹു തന്ന ദീൻ, ഹിദായത്ത്, അതിന്റെ നിലനിൽപ്പാണ്, വേറൊന്നുമില്ല ഇവിടെ. എന്താ മുജാഹിദ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേറൊന്നും പറയേണ്ട, ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞു അത് പറഞ്ഞാൽ മതി. അത് പറയാനായി നാളില്ല, അത് പറയാനായി നാളില്ല, അതിനെതിരെ പറയാൻ എല്ലാവരുമുണ്ട്. എല്ലാവരും ഇതാ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം കണ്ടില്ലേ, സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ നിന്ദിച്ചുകൊണ്ട് കടന്നു വന്ന റഹ്മത്തുള്ളാഹി ഖാസിമി, അദ്ദേഹം എടുത്തു വരെ വഹാബിസത്തിനെതിരെ എന്തോ കൊമ്പ് കോർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിപ്ലവം പ്രസംഗിച്ച ആളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥ മുഖം അദ്ദേഹത്തിൻ്റെത് പുറത്തു വന്നു. സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പുസ്തകം പുറത്തിറക്കി എന്ന് മാത്രമല്ല, അതിനെ പച്ചയായി പരസ്യമായി അത് ഖത്ത് ആണ്, ബുഖാരിയിലെ ആശയം അത് ഖത്ത് ആണ്, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. 10,000 അത് കാണുകയാണ്. മനസ്സിലാക്കണം, ലോകത്ത് നമുക്കറിയാം, തലഖത്തുഹുൽ ഉമ്മത്തു ബിൽ ഖബൂൽ. സഹീഹുൽ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസുകളെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകം ഒന്നടങ്കം വിധി പറഞ്ഞതാണ്, തലഖത്തുഹുൽ ഉമ്മത്തു ബിൽ ഖബൂൽ. മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഒന്നടങ്കം ഏറ്റെടുത്തതാണ്, ഉമ്മത്തിന്റെ ഇജ്മാഅാണത്. സഹീഹുൽ ബുഖാരി മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് മറ്റുള്ള എല്ലാ ഹദീസിന്റെയും മീതെ നിൽക്കുന്ന ഹദീസാണ്. സനദ് കൊണ്ടും മത്തിനു കൊണ്ടും, സനദ് കൊണ്ടും റിവായത്ത് കൊണ്ടും മറ്റുള്ള എല്ലാത്തിനേക്കാളും മീതെ നിൽക്കുന്ന ഹദീസുകളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് മുത്തേടത്തുനിന്ന് പുതിയ ചേകന്നൂർ മൗലവി രംഗത്ത് വന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, മൗദൂദിയുടെ ഹാക്കിമിയത്ത് നേരത്തെ പറഞ്ഞില്ലേ, 90കളിൽ രൂപപ്പെട്ട
സുറൂരിസത്തിന്റെ കടന്നുകയറ്റം അതിങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു വലുതായി സലഫിയത്തിന്റെ കുപ്പായമണിഞ്ഞ് പലയിടങ്ങളിലും പാലക്കാടും അതുപോലെ തന്നെ പല കണ്ണൂരും കോഴിക്കോടും മഞ്ചേരിയിലും ഒക്കെ തമ്പടിച്ചുകൊണ്ട് സലഫി കുപ്പായമണിഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ മൗദൂദിയൻ സിദ്ധാന്തങ്ങൾ ഹാക്കിമിയത്തുള്ള വാദം സലഫിയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പുനരാവിഷ്കരിക്കപ്പെടുന്ന സുറൂരികൾ നമുക്കിടയിൽ രൂപപ്പെട്ട ഇറങ്ങി നിൽക്കുകയാണ്. അതാണ് നമ്മുടെ വർത്തമാനം. അതാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ സലഫിയത്തിന്റെ സുന്ദരമായ ആശയതലങ്ങൾ ഓതി പറഞ്ഞു പഠിപ്പിച്ച് ഓരോ മഹല്ലത്തിലും കടന്നു തൗഹീദിന്റെ സുന്ദരമായ ആശയതലങ്ങളെ എത്തിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകന്റെ ജീവിതത്തെ അഥവാ പ്രവാചകന്റെ ഹദീസുകളെ പ്രവാചകന്റെ സുന്നത്തുകളെ സ്വീകരിക്കണമെന്ന് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ച് അവസാനം ഈ അടുത്ത സമയത്ത് നമുക്കറിയാം വഹാബിയല്ലാത്ത ഒരാൾ കേരളത്തിൽ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് പൊതുസമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമാറ് സലഫി ലോകം ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ വളർന്നു വലുതായി കഴിയുമ്പോൾ പുതിയ പരീക്ഷണങ്ങൾ നമ്മുടെ മേൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ജിന്നുവാദം നമ്മൾ കാണുന്നത്. അത് നേരത്തെ പറഞ്ഞ സുറൂരിസത്തിന്റെ ഭാഗമാണ്. സുറൂരികൾ 90കളിൽ വന്നിട്ട് അഥവാ ശുദ്ധ ഇഖ്വാനികൾ എന്ന് പറഞ്ഞാൽ മൗദൂദിയുടെയും സയ്യിദ് ഖുത്ബിന്റെയും ആശയതലങ്ങൾ ഉൾക്കൊണ്ട ഇഖ്വാനികൾ അവരൊരു കാലഘട്ടത്തിന്റെ സാഹചര്യത്തിൽ സലഫി കുപ്പായം അണിഞ്ഞ് കടന്നു വന്നതാണ് സുറൂരികളായി മാറിയത്. സലഫി വേഷമിട്ട മൗദൂദി, സലഫി കുപ്പായമിട്ട മൗദൂദി അഥവാ നമ്മൾ പറയും ആട്ടിൻതോളിയണിഞ്ഞ ചെന്നായ എന്ന് പറയുന്നത് പോലെ അവരുടെ വാദം സലഫിയത്തിന്റെ കുപ്പിയിലാക്കി അവതരിപ്പിച്ചാൽ അത് സമൂഹത്തിൽ ക്ലച്ച് പിടിക്കുമെന്ന് കണ്ടുകൊണ്ട് ഈ സലഫി കുപ്പായം അണിഞ്ഞ് കടന്നു വന്ന് ഹുമാനികൾ ആവശ്യപ്പെട്ട ഒരു ആവശ്യമായിരുന്നു, നിങ്ങൾ ഈ പേരിടുമ്പോൾ സലഫി എന്നത് ഒഴിവാക്കണം എന്ന്. നമുക്കറിയാം 90കളിൽ അത് വലിയ വാദമായിരുന്നു നമ്മുടെ നാട്ടിൽ. പേരിടുമ്പോൾ സലഫി എന്ന പേര് ഒഴിവാക്കണം. മനസ്സിലാക്കണം, ഒരുപാട് ഉപവിഭാഗങ്ങളും സംഘടനകളും കേരളത്തിലുണ്ടാക്കി. സുറൂരികളുടെ ഈ ആവശ്യം നടപ്പാക്കി ഒറ്റ സംഘടന കേരളത്തിലുള്ളൂ, അതാണ് വിസ്റ്റം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവരുടെ ഔദ്യോഗിക പേരുകളിൽ നിന്നൊക്കെ ആദ്യം ഒഴിവാക്കിയത് മുജാഹിദ് സലഫി എന്നാണ്. വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് അവർ പേരിട്ട് അവിടെ സലഫി മുജാഹിദോ അവരുടെ നേമിൽ അവരുടെ പേരിൽ അവർ ലേബൽ ചെയ്തില്ല. അവരൊരു യൂത്ത് ഇങ്ങനെ ഉണ്ടാക്കി. നമ്മളെങ്ങനെ ഉണ്ടാക്കി? ഇത്തിഹാദ് ശുബാൻ മുജാഹിദീൻ. അവർ പറഞ്ഞു വിസ്റ്റം സ്റ്റുഡന്റ്. നമ്മളൊരു വിദ്യാർത്ഥി വിഭാഗത്തെ ഉണ്ടാക്കി. എന്താ പറഞ്ഞത്? മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്. അവരെങ്ങനെ പേരിട്ടത്? വിസ്റ്റം സ്റ്റുഡന്റ്. നമ്മളൊരു ലേഡീസ് ഫിംഗർ ഉണ്ടാക്കി. അതിനെന്താ പേരിട്ടത്? മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ്. നമ്മുടെ പണ്ട് സംഘടന അതെന്താ? കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. വിസ്റ്റംകാര് ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി LBI എന്നാണ് പേരിട്ട്, ലജ്നത്തുൽ ബുഹൂസിൽ ഇസ്ലാമിയ. ഈ ആവശ്യം 90കളിൽ സുറൂരികളുടെ ആവശ്യമാണ്. അവര് കോളേജ് ഉണ്ടാക്കി എന്താ പേര്? കാന്തപുരത്തൊരു കോളേജ്, അതേ പേര് ജാമിയത്തുൽ ഹിന്ദ്. കേരളത്തിൽ 2 ആളുകൾക്കാണ് ആ പേരിൽ കോളേജ് ഉള്ളത്, ജാമിയത്തുൽ ഹിന്ദ്. മനസ്സിലാക്കണം. അപ്പോ ഈ സുറൂരിയത്തിന്റെ ആവശ്യം നടപ്പാക്കി കൊടുക്കുകയായിരുന്നു അവരെ. അതിന്റെ ഉപവിഭാഗങ്ങളായി പിന്നീട് ഒരുപാട് കക്ഷികൾ പിറന്നു വീണു. ഈ പിളർന്നുപോയ വിസ്റ്റം വിഭാഗത്തിൽ നിന്ന് പിന്നീട് ഒരുപാട് ഉപവിഭാഗങ്ങൾ, അവരാണ് ഇന്ന് ഹാക്കിമിയ വാദവുമായി രംഗത്ത് നടക്കുന്നത്. മൗദൂദിയൻ ഹാക്കിമിയ വാദം ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. വോട്ട് ചെയ്യൽ പാടില്ല. നമുക്കറിയാം, പഴയ പഴഞ്ചൻ മൗദൂദിസാണ്. സർക്കാർ ഉദ്യോഗം രാജിവെച്ചിട്ട് അത്ര കച്ചവടം നടത്തുക. മാത്രല്ല, നമുക്കറിയാം ഇന്ത്യൻ ജനാധിപത്യം മതേതരത്വം കുഫ്രാണെന്ന് പറയാ. കുഫ്രാണെങ്കിൽ പിന്നെ അതുമായിട്ട് സഹകരിക്കാൻ പറ്റും. കുഫ്രാണെന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ അതുമായിട്ട് സന്ധിക്കാൻ തന്നെ പറ്റുമോ? ഇന്ത്യൻ ജനാധിപത്യം മതേതരത്വം കുഫ്രാന്ന് പറഞ്ഞാൽ കുഫ്രുമായിട്ട് നമുക്ക് സന്ധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നിട്ട് ഇവിടുന്ന് വണ്ടി കയറി പോവാ. എവിടേക്കാണ്? യമനിലേക്ക്, അവിടേക്ക്, ഇവിടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ മക്കൾ ഇങ്ങനെ കയറിപ്പോ. ഒരു വാപ്പായിട്ട് ബന്ധമില്ല, ഉമ്മയായിട്ട് ബന്ധമില്ല, കുടുംബമായിട്ട് ബന്ധമില്ല. ആദ്യം മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ സംഘടനാ അവസ്ഥയോട് പിണങ്ങി മാറി നിൽക്കും. പിന്നീട് മെല്ലെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ അകന്നു പോകും. പിന്നെ ഇവരൊരു തരീക്കത്തൊരു മുരീദൊരു മുർശിഖും അതുപോലെ മുരീദുമായി മാറി അങ്ങനെ പലവിധ വ്യവസ്ഥകളുമായി സുറൂരികൾ അവരുടെ അജണ്ടകൾ നമ്മൾക്കിടയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വലിയ സന്ദേശം നമ്മുടെ കയ്യിലുള്ളതിന്റെ പ്രചാരകരാണ് നമ്മൾ. മുജാഹിദുകളെ, സലഫികളെ, അള്ളാഹു നമുക്ക് തരുന്ന സ്വർഗമാണിത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു കുടുംബത്തിലെ 4 മക്കളെ അള്ളാഹു വിളിച്ചു കൊണ്ടുപോയപ്പോ ആ കുടുംബത്തിൽ വാപ്പയും ഉമ്മയും മാത്രം ബാക്കിയായപ്പോ അവര് അള്ളാഹുവിന് ഹംദ് പറഞ്ഞ് ഇസ്തിർജാ ചെയ്താൽ
ആ 4 മക്കൾ അല്ലാഹു സ്വർഗത്തിന്റെ കവാടത്തിൽ ആ ഉമ്മക്ക് വേണ്ടി നിർത്തി കൊടുക്കുമെന്നാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ വാപ്പ പറയാണ് എന്ത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്തോഷത്തിലും ഞങ്ങളുടെ ദുഃഖത്തിലും നിനക്കാണ് സ്തുതി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, മക്കൾ നീ തന്നതാണ്. മക്കൾ മാത്രമല്ല, സമ്പത്തും ആരോഗ്യവും എല്ലാം അല്ലാഹുവേ നീ തന്നതാണ്, നിന്റേതാണ്. നിന്നിലേക്ക് മടങ്ങാനുള്ളവരുമാണ് ഞങ്ങൾ. ഞങ്ങളുടെ മക്കൾ ആദ്യം വന്നു, പിന്നാലെ ഞങ്ങൾ വരികയാണെന്ന ആ തൗഹീദിന്റെ കണിശമായ നിലപാടിൽ ഉറച്ചു നിന്നാൽ അബ്ദുസത്താർ എന്ന 4 മക്കൾ നഷ്ടപ്പെട്ട വാപ്പക്കും റുക്സാന എന്ന 4 മക്കൾ നഷ്ടപ്പെട്ട ഉമ്മക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വലിയ കൊട്ടാരം പണിതു കൊടുക്കുമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ആ കൊട്ടാരത്തിന്, ആ വീടിന് അല്ലാഹു പേര് വെക്കുന്നത് ബൈത്തുൽ ഹംദ് എന്നായിരിക്കുമെന്നാണ്. കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നത്, അതേ അവരുടെ കരളിന്റെ ഘട്ടമായ മക്കളെ നിങ്ങൾ പിടിച്ചുവോ? മലക്കുകൾ പറയും, പിടിച്ചു അല്ലാ, മരിപ്പിച്ചു അല്ലാ. എന്നിട്ട് അവരെന്താണ് പറഞ്ഞത്? അവർ ഹമിദല്ലാ, അല്ലാഹുവേ നിനക്ക് സ്തുതി പറഞ്ഞു. മാത്രമല്ല അവർ ഇസ്തിർജാ ചെയ്തു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ റബ്ബ് പറയുന്ന വാക്കാണ്, ഇബ്നൂ ലഹു ബൈതൻ ഫിൽ ജന്ന. അവർക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിൽ വീട് പണിയുക, അവർക്ക് മക്കൾക്കൊപ്പം താമസിക്കാൻ, മരണമില്ലാത്ത ലോകത്ത് അല്ലാഹുവിന്റെ വിരുന്നായ സ്വർഗ്ഗത്തിൽ താമസിക്കാൻ വീടൊരുക്കുക. ആ വീട് ഒരുക്കണമെന്ന് മാത്രമല്ല, സമൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേരിടുക. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങി ഹംദർപ്പിച്ചവർ മരിക്കുന്നത് വരെ റബ്ബിന് ശുക്ർ ചെയ്ത് ഇവിടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ആ 4 മക്കൾക്കൊപ്പം ശാശ്വതമായി സ്വർഗത്തിൽ വസിക്കാനുള്ള വ്യതകളും വേദനകളും വിഷമങ്ങളും അവർ ദുനിയാവിൽ അള്ളാഹുവിന്റെ പേരിൽ അനുഭവിച്ചു കഴിയുകയാണ്. സ്വർഗം അവർ നേടുകയാണ്. എന്നാൽ നമുക്ക് എന്താണ് സ്വർഗം നേടാനുള്ളത്? നമ്മുടെ മക്കൾ മരിച്ചിട്ടില്ല, നമുക്ക് ഈ 4 മക്കൾ നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് നാളെ ആഖിറത്തിൽ നമ്മെ കൊണ്ടുപോകാൻ, വിളിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ മരിച്ചു പോയവരിൽ അങ്ങനെ ഉള്ളവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്കൊപ്പം സ്വർഗത്തിൽ കഴിയാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ ഒന്നുമില്ലാത്ത നമ്മൾക്ക് എന്താണ് സ്വർഗം നേടാനുള്ളത്? അള്ളാഹുവിന്റെ സ്വർഗം നേടാനുള്ളത് വേറെ ഒന്നുമില്ല, നേരെ മറിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഹിദായത്ത്, സലഫിയത്ത്, ആ ഇസ്ലാഹിയത്ത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ടാണ് സ്വർഗം നേടുന്ന മനുഷ്യൻ, സ്വർഗത്തിലെത്തുന്ന മനുഷ്യൻ തിരിഞ്ഞുകൊണ്ട് പറയുന്ന, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗവാസികളായ സ്വർഗത്തിലെത്തിയ ആളുകൾ പറയുന്ന വാചകമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ. അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ മനസ്സിലൊരു പകയുമില്ലാതെ സന്തോഷത്തോടെ എത്തിച്ചേരുന്ന സ്വർഗവാസികൾ പറയുന്ന വാചകമാണ്, വഖാലൂ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചു തന്ന, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി നിനക്കാകുന്ന സ്തുതി, സർവസ്തുതിയും നിനക്കാണ്. ഈ ഹിദായത്തിന്റെ വഴി, തൗഹീദിന്റെയും പ്രവാചകന്മാരുടെയും വഴി ഞങ്ങൾക്കായി കാട്ടിത്തന്നവൻ നീയാണ്. നേരെ മറിച്ച് അല്ലാഹുവേ, ഹിദായത്തിന്റെ ഈ വഴി നീ ഞങ്ങൾക്ക് കാട്ടിത്തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വഴി കാണുമായിരുന്നില്ല, ഒരിക്കലും ഈ വഴിയിലേക്ക് ഞങ്ങൾ വരുമായിരുന്നില്ല. നേരെ മറിച്ച് നീയാണ് ഞങ്ങൾക്ക് വഴി കാട്ടിത്തന്നത്. ഇരിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ ഇന്നലകൾ പരിശോധിച്ചാൽ മൗലിദുകളും റാത്തീബുകളും ശിർക്കും കുഫ്റും ജാറവും ജാറ വ്യവസായവും ആ ഖബറിലെ പട്ടും അതുപോലെ തന്നെ സർവ്വ ശിർക്കും ഖുറാഫാത്തും ഒക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യരാണ്. അങ്ങനെ ജീവിച്ച മനുഷ്യരാണ്. പക്ഷെ അല്ലാഹു നമുക്ക് വഴി കാണിച്ച് തന്നു, ഈ സ്വർഗത്തിലേക്കുള്ള ഹിദായത്തിന്റെ വഴി. ആ വഴി നമുക്ക് അല്ലാഹു കാട്ടിത്തന്നതാണ്. അതിന്റെ പേരിലാണ് നമ്മുടെ ഹംദ്. സർവസ്തുതികളും അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇത് നമ്മളിൽ ഒതുങ്ങാതെ നമ്മുടെ തലമുറകളിലേക്ക്, അടുത്ത ജനതയിലേക്ക് കൈമാറിക്കൊടുക്കണം. ഇത് ദീനാണ്, ദീനിന്റെ താല്പര്യമാണ്. നമ്മുടെ സംഘടന അതാണ്, മുജാഹിദ് പ്രസ്ഥാനം അതിനെ നിർവഹിക്കാനുള്ള ദൗത്യം അതാണ്. തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആ നേരായ വഴി സമൂഹത്തിൽ എത്തിച്ചു കൊടുത്ത് സർവ്വ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പോരാടി നേരായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയപ്പെട്ട വഴിയിലൂടെ ചലിക്കുവാനും നാം ഓരോരുത്തരും പണിയെടുക്കണേ, പരിശ്രമിക്കണേ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ മക്കളെ അതിന് പ്രാപ്തരാക്കുക, നമ്മുടെ കുടുംബത്തെ അതിനുവേണ്ടി പ്രാപ്തരാക്കുക, അല്ലാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ മുൻഗാമികൾ
അവർ നേരിന്റെ വഴികൾ നടന്നുപോയത് കൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഈമാനിന്റെ രംഗത്ത്, വിശ്വാസ രംഗത്ത്, തൗഹീദിന്റെ രംഗത്ത്, സുന്നത്തിന്റെ രംഗത്ത് ഞങ്ങൾക്ക് മുന്നേ നടന്നുപോയ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾക്ക്, മഹത്തുക്കൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം അല്ലാഹുവേ, ഞങ്ങളെ നീ ആരുമില്ലാത്തവരായി, അനന്തരാവകാശം ഇല്ലാത്തവരായി മാറ്റല്ല അല്ലാഹുവേ. ഈ തൗഹീദിന്റെ, സുന്നത്തിന്റെ നേരായ വഴി സമൂഹത്തിൽ എത്തിച്ചു കൊടുത്ത് നിനക്ക് വേണ്ടി വാദിച്ച്, നിനക്ക് വേണ്ടി ജീവിച്ച്, നിന്റെ അമ്പിയാക്കളുടെ വഴി പിൻപറ്റി നേരായ സലഫിന്റെ നഹ്ജിൽ മാർഗത്തിൽ ജീവിച്ചു മരിക്കുന്ന മുത്തഖീങ്ങളായ സന്താന പരമ്പരകളെ അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ഈ മഹാപ്രസ്ഥാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ ആശയതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തോട് ആ നേരിന്റെ വഴി പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വ്യതിയാന കക്ഷികളിൽ നിന്നും, കുഫ്റിന്റെയും ദലാലത്തിന്റെയും വാദഗതികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേരായ വഴിയിൽ സ്വീകരിച്ച് തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ച് അവസാനത്തെ നിമിഷത്തിൽ കണ്ണടക്കുന്ന നേരത്ത് അവസാന ശ്വാസത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ കൂട്ടുകുടുംബാദികളോടൊപ്പം, മാതാപിതാക്കൾക്കൊപ്പം, മക്കൾക്കൊപ്പം, ബന്ധുജനങ്ങൾക്കൊപ്പം, അതുപോലെ തന്നെ നമ്മുടെ ഇടകൾക്കൊപ്പം നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാൻ, അവിടെ ജീവിക്കാൻ, എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കണ്ട് സന്തോഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.